ആടും മലയും കയറണം എന്നൊക്കെ പറഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ് കെട്ടിയോൻ കൊണ്ടുപോകും എന്നുള്ള വീട്ടുകാരുടെ മറുപടി കേട്ട് വളർന്നതുകൊണ്ട് ഇപ്പോഴത്തെ കെട്ടിയോനെയും കൊച്ചിനെയും കൂട്ടുപിടിച്ചാണ് മലകയറ്റം. എല്ലാവരും കയറുന്ന കണ്ടപ്പോൾ മലകയറ്റം ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിയെങ്കിലും എന്റെ ലങ്സിന് എന്റെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ പകുതി വഴിക്ക് വെട്ടിയിട്ട വാഴ പോലെ കുറച്ചു നേരം കിടന്നിട്ടായിരുന്നു ബാക്കി മല കയറിയത്. എന്തായാലും ആ മലകയറ്റം വേർത്തായിരുന്നു. മലയുടെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കാണാൻ പറ്റും. മാത്രമല്ല ഹരിതാപം പച്ചപ്പും നല്ല കാറ്റും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. മല കയറിയത് വെച്ച് നോക്കുമ്പോൾ ഇറങ്ങാൻ കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നെങ്കിലും കല്ലുകൾ ഇളകി കിടക്കുന്നതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഈ മല കയറാൻ പോകുന്നവർ ഞങ്ങൾ കയറിയ വഴി ഒരിക്കലും കയറരുത്. കാരണം ആ വഴി ക്ലോസ്ഡ് ആണെന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴാണ് കണ്ടത്. ഇനി നേരെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലേക്കായിരുന്നു നടന്നത്. പണ്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കാണാനായിട്ട് ഗൂഗിൾ മാപ്സ് ഞങ്ങളെ കൊണ്ടിറക്കിയത് ഒരു വലിയ ഷീപ്പിന്റെ പാടത്തിനിടയ്ക്കായിരുന്നു. അന്നാ ചെളിയിൽ കൂടെ കുറെ നടന്നെങ്കിലും സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കാണാൻ പറ്റിയില്ല. ഇപ്പൊ ദേ ഇവിടെ മലയുടെ മണ്ടേ കയറിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെയായിരുന്നു ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന്. വെള്ളം നല്ല തണുത്തതായതുകൊണ്ട് തന്നെ നടന്നിറങ്ങുമ്പോഴേക്കും കാലൊക്കെ മരവിച്ചായിരുന്നു. എന്തായാലും ചാറ്റ് ജിപിടിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഈ ഒരു ഡേ.